പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ജ്ഞാനം അത്യുന്നതമായിരിക്കുന്നത് ആർക്ക്? ഉത്തരം ബോഷന്. സദൃശവാക്യങ്ങൾ 24:7. ക്വസ്റ്റ്യൻ: സമുദ്രമധ്യേ നശിച്ചുപോയ നഗരം ഏത്? ഉത്തരം സോർ. യെഹെസ്കേൽ 27:32. ക്വസ്റ്റ്യൻ: ആരുടെ ആപത്ത് പെട്ടെന്ന് വരും? ഉത്തരം മത്സരികൾ. സദൃശവാക്യങ്ങൾ 24:21. ക്വസ്റ്റ്യൻ: കഫർന്നഹൂമിലെ ശതാധിപന്റെ ബാല്യക്കാരന്റെ ഏത് രോഗം യേശു സൗഖ്യമാക്കി? ഉത്തരം പക്ഷപാതം. മത്തായി 8:6. ക്വസ്റ്റ്യൻ: കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നത് എന്ത്? ഉത്തരം വിത്ത്. യോവേൽ 1:17. ക്വസ്റ്റ്യൻ: കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ലേഖനം എഴുതിയത് ആർക്ക്? ഉത്തരം തെസ്സലോനിക്കർക്ക്. 1 തെസ്സലോനിക്കർ 3:3. ക്വസ്റ്റ്യൻ: തല്ലു വിളിച്ചു വരുത്തുന്നത് ആര്? ഉത്തരം മൂഢന്റെ വായ്. സദൃശവാക്യങ്ങൾ 18:6. ക്വസ്റ്റ്യൻ: ഇസ്രായേലിന്റെ നടുവിൽ യഹോവ എന്താണ് പിടിച്ചിരിക്കുന്നത്? ഉത്തരം തൂക്കുകട്ട. ആമോസ് 7:8. ക്വസ്റ്റ്യൻ: രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജലാശയങ്ങൾ ഏത്? ഉത്തരം ദീമോനിലെ. യെശയ്യാവ് 15:9. ക്വസ്റ്റ്യൻ: വരുവാനുള്ള നന്മകളുടെ നിഴലെന്ത്? ഉത്തരം ന്യായപ്രമാണം. എബ്രായർ 10:1. ക്വസ്റ്റ്യൻ: യോശുവയുടെ മരണത്തിനു ശേഷം കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെട്ട ഗോത്രം ഏത്? ഉത്തരം യഹൂദ ഗോത്രം. ന്യായാധിപന്മാർ 1:1-4. ക്വസ്റ്റ്യൻ: ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് എന്തു വരുന്നു? ഉത്തരം നന്മ. സഭാപ്രസംഗി 8:12. ക്വസ്റ്റ്യൻ: അർദ്ധരാത്രിയിൽ സ്ത്രീയെ കണ്ട് ഞെട്ടിത്തിരിഞ്ഞ പുരുഷൻ ആര്? ഉത്തരം ബോവസ്. രൂത്ത് 3:8. ക്വസ്റ്റ്യൻ: പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താകുന്നു? ഉത്തരം നിർജീവമാകുന്നു. യാക്കോബ് 2:26. ക്വസ്റ്റ്യൻ: യോനാഥാൻ ദാവീദിനെ എങ്ങനെ സ്നേഹിച്ചു? ഉത്തരം സ്വന്തം പ്രാണനെ പോലെ. 1 ശമൂവേൽ 18:1-3 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ദൈവകോപത്തിന്റെ എന്ത് പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു? ഉത്തരം ക്രോധമദ്യമുള്ള പാത്രം. വെളിപ്പാട് 16:19. ക്വസ്റ്റ്യൻ: ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയത് ആര്? ഉത്തരം റിബേക്ക. ഉൽപ്പത്തി 25:22. ക്വസ്റ്റ്യൻ: ദുഷ്ടൻ ജീവപര്യന്തം അതിവേദനയോടെ ആർക്ക് വച്ചിരിക്കുന്ന ആണ്ടുകൾ തികയോളം ഇരിക്കുന്നു? ഉത്തരം നിഷ്ഠൂരന്. ഇയ്യോബ് 15:20. ക്വസ്റ്റ്യൻ: കൽദയർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് എവിടെ നീളെ സഞ്ചരിക്കുന്നു? ഉത്തരം ഭൂമണ്ഡലത്തിൽ. ഹബക്കൂക്ക് 1:6. ക്വസ്റ്റ്യൻ: യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകേണമേ എന്ന് പറഞ്ഞത് ആര്?
ഉത്തരം ഷിമോൻ പത്രോസ്, ലൂക്കോസ് 5:8. ക്വസ്റ്റ്യൻ: ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ എന്ത് ത്യജിക്കും? ഉത്തരം വിശ്വാസം. 1 തിമോഥെയോസ് 4:1. ക്വസ്റ്റ്യൻ: കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ ആരെ അനുസരിക്കണം? ഉത്തരം ദാസന്മാർ യജമാനന്മാരെ. കൊലോസ്യർ 3:22. ക്വസ്റ്റ്യൻ: നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ആരായി തീർന്നു? ഉത്തരം ജ്ഞാനാത്മപൂർണനായി തീർന്നു. ആവർത്തന പുസ്തകം 34:9. ക്വസ്റ്റ്യൻ: താൻ ന്യായപ്രമാണത്തിലെ എന്ത് സംബന്ധിച്ച് അനിന്യൻ എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം നീതി സംബന്ധിച്ച്. ഫിലിപ്പിയർ 3:6. ക്വസ്റ്റ്യൻ: യഹോവ എങ്ങനെ അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല? ഉത്തരം അഭിമുഖമായി അറിഞ്ഞ. ആവർത്തന പുസ്തകം 34:12. ക്വസ്റ്റ്യൻ: യോഹന്നാൻ തടവിലായ ശേഷം യേശു എവിടെ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു? ഉത്തരം ഗലീലയിൽ. മർക്കോസ് 1:14. ക്വസ്റ്റ്യൻ: ഗിൽഗാലിനെതിരായി മോരെ തോപ്പിനരികെ അരാബയിൽ പാർക്കുന്ന കനാന്യരുടെ ദേശത്ത് യോർദാൻ അക്കരെ പടിഞ്ഞാറുള്ള 2 മലകൾ. ഉത്തരം ഗെരിസീമല, ഏബാൽ മല. ആവർത്തന പുസ്തകം 11:29-30 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശ്ശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചത് ആര്? ഉത്തരം ആഹാസ്. 2 രാജാക്കന്മാർ 16:8. ക്വസ്റ്റ്യൻ: പണ്ട് നദിക്ക് അക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നത് ആര്? ഉത്തരം തേരഹ്. യോശുവ 24:2. ക്വസ്റ്റ്യൻ: രക്തപാതകമുള്ള നഗരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ? ഉത്തരം യെരുശലേമിനെ. യെഹെസ്കേൽ 24:6. ക്വസ്റ്റ്യൻ: ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞത് ആര്? ഉത്തരം യേഹൂ. 2 രാജാക്കന്മാർ 10:28. താങ്ക്സ് ഫോർ വാച്ചിങ്.